ജോസി ബാബു കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ജോസിയും കോട്ടയത്തും ഈ സമാനമായ സ്ഥിതിവിശേഷം കാണാമോ? ചേട്ടാ ഒന്ന് തലമാറ്റിയാ ചേട്ടാ. ഈ പ്രതിസന്ധി കോട്ടയം ജില്ലയിലും ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം വൈക്കം ബോട്ടിയെട്ടിക്ക് സമീപമുള്ളൊരു ഹോട്ടലിന്റെ പിൻവശത്താണ്. ഇവിടുത്തെ ജീവനക്കാരും നടത്തിപ്പുകാരും ഒക്കെ നമ്മളോട് ഒപ്പം ചേരും. ഇപ്പോൾ ഇവിടെ കാണാം, ഗ്യാസ് ഒക്കെ തീർന്ന ശേഷം ഇവിടെ കുറ്റികൾ നിറയ്ക്കാനായി കാത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ പുതിയ കുറ്റികൾ കിട്ടുന്ന കാര്യത്തിൽ അവർ ഗ്യാസ് ഏജൻസിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഉടൻ ഇല്ല എന്നുള്ളൊരു മറുപടിയാണ് ലഭിച്ചതെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഹോട്ടലിന്റെ നടത്തിപ്പുകാരിയായ ഷിബ ചേച്ചി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണിപ്പോൾ ഗ്യാസിന്റെ അവസ്ഥ? സംസ്ഥാനത്ത് മുഴുവൻ പലയിടത്തും കിട്ടാനില്ല. ഹോട്ടൽ മേഖല എങ്ങനെയാണ് ബാധിക്കുന്നത്? നിങ്ങൾ ഈ ഗ്യാസിന്റെ കാര്യത്തിന് ബന്ധപ്പെട്ടപ്പോൾ എന്ത് മറുപടിയല്ലേ കിട്ടിയത്? ഗ്യാസ് ഇപ്പോൾ ഞാനിപ്പം രാവിലെ ഏജൻസിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് നമുക്കിന്ന് ലോഡ് എത്തിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് കിട്ടാൻ താമസം പിടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നമുക്കിത് നടത്തിക്കൊണ്ടു പോകാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാവും. അതങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം 2-3 ദിവസമായിട്ട് നമുക്ക് ഗ്യാസ് കിട്ടുന്നില്ല. ഇന്ന് നമുക്ക് പിന്നെ സ്റ്റോക്ക് വളരെ കുറവാണ്. ഏജൻസി വിളിച്ചപ്പോൾ അവർ ഇന്ന് ലോഡ് വന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് തരാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വില കൂടിയായിരുന്നു, ഇനിയും വില കൂടാനുള്ള സാധ്യതയുണ്ട്. വില കൂടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ വില കൂടിയിരിക്കുന്നു. ഗാർഹികവും വാണിജ്യത്തിനും രണ്ടിനും വില കൂടിയിരിക്കുന്നു. വീട്ടിലെ ബജറ്റും ബാധിക്കും, താറുമാറായി പോകുകയുള്ളൂ. നമുക്ക് എന്നാന്ന് വെച്ചാൽ എല്ലാത്തിനും വില കൂടുതലാണല്ലോ. അപ്പം ഗ്യാസ് നമ്മുടെ ബജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഹോട്ടൽ ജീവനക്കാരനാരും കൂടി ചേരുന്നുണ്ട്. നിങ്ങൾ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ സ്വാഭാവികമായിട്ടും ബാധിക്കുമല്ലോ. വിൽപ്പനയൊക്കെ ബാധിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് അതിനെ നിങ്ങളൊക്കെ കാണുന്നത്? ഗ്യാസിന്റെ വില കൂട്ടിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലുകാർ നട്ടലൊടിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ചെയ്തത്. കാരണം 110 രൂപ 115 രൂപ ഇപ്പോൾ കൂടിയിരിക്കുകയാണ്. അത് പുറമെ ഗ്യാസ് കിട്ടാനില്ല. ഇനി വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറയുന്നത് പിന്നെ മാർക്കറ്റ് ചിലപ്പോൾ കൂട്ടും. കരിഞ്ചന്തൽ എന്ന് പറഞ്ഞ പോലെ സാധനങ്ങൾ വേറെ കിട്ടും. അപ്പോൾ അത് കണ്ടുവരാൻ പറ്റും. അപ്പോൾ ഒരിക്കലും ഹോട്ടൽ നടത്തിപ്പ് നമുക്ക് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ പഴയ യുദ്ധത്തിന്റെ ഒരു പ്രതിസന്ധിയാണ് ഇപ്പം പറഞ്ഞു കേൾക്കുന്നത്. അതാണ് ഇതിന്റെ യുദ്ധത്തിന്റെ ഒരു പ്രതിസന്ധിയാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്നാലും അത് പഴയ പോലെ വിറകടുപ്പിലേക്ക് തിരിച്ചു പോകേണ്ടി വരും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്ന ഒരു അവസ്ഥ. എന്തായാലും നിഷാദ്, ഇവർക്കൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ആശങ്ക ഇപ്പോൾ വിലക്കയറ്റം, അതോടൊപ്പം തന്നെ ലഭ്യതക്കുറവിനൊപ്പം ഇനി കരിഞ്ചന്ത പിടിമുറുക്കുമോ, അല്ല കൂടുതൽ പണം കൊടുത്ത് കരിഞ്ചന്തയിൽ നിന്നും സാധനങ്ങൾ വാങ്ങേണ്ടി വരും എന്നുള്ളൊരു ആശങ്ക അവർ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായ ഒരു വിപണിയിലുള്ളൊരു ഇടപെടൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. പ്രത്യേകിച്ച് ഹോട്ടൽ മേഖല വലിയ പ്രതിസന്ധിയാണ്. ഹോട്ടൽ മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ഹോട്ടൽ മേഖല മാത്രമല്ല, ഗാർഹിക മേഖലയിലും പ്രതിസന്ധിയുടെ സൂചനകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് സിലിണ്ടർ കിട്ടുമായിരുന്നെങ്കിൽ ഇപ്പോൾ അത്ര പെട്ടെന്ന് സിലിണ്ടർ കിട്ടുന്നില്ല, കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. ചില ബുക്കിങ്ങിന് പുതിയ ക്രമീകരണം കൊണ്ടുവന്നിരിക്കുന്നു എന്ന് മാത്രവുമല്ല, അതിൻ്റെ വിതരണം തടസ്സപ്പെടുന്നതിൻ്റെ സൂചന പതിയെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആഗോള എണ്ണ മാർക്കറ്റിലെ സ്മൂത്ത് ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞ പരിപാടി നടക്കുന്നില്ല എന്നാണ്. എണ്ണയുടെ ഉൽപ്പാദനത്തിൻ്റെ പ്രശ്നമൊന്നും അല്ല, പ്രശ്നം എന്താണ്? ട്രാൻസ്പോർട്ടേഷനാണ്, അത് പ്രോപ്പറല്ല. അപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് ഇറാനും ഇസ്രായേലും അമേരിക്കയും കൂടി എന്തെങ്കിലും തീരുമാനിക്കട്ടെ എന്ന മട്ടൊന്നും എടുക്കാൻ പറ്റുന്നതല്ല. എല്ലാവരെയും ബാധിക്കുന്ന ഒരു യുദ്ധമായിട്ട് ഇത് മാറും എന്ന് നമ്മൾ അന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. ആ നിലയ്ക്ക് ഇത് വികസിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് ഇതിനകത്ത് വലിയ ലക്ഷ്യങ്ങളുണ്ടാവും. കാരണം അമേരിക്കയുടെ കയ്യിൽ ഇഷ്ടം പോലെ എണ്ണയുണ്ട്. എന്ന് മാത്രമല്ല, വെനസ്വേലയുടെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഓയിൽ പ്രൊഡക്ഷൻ രാജ്യമായ വെനസ്വേല ഇപ്പോൾ അവരുടെ കയ്യിലാണ്. അവിടുത്തെ എണ്ണ മൊത്തം അവരുടെ കയ്യിൽ കൊണ്ടാടുന്നു. അപ്പോൾ അത് വിൽക്കാം ഈ പ്രതിസന്ധിക്കിടയിലൂടെ എന്നും അവർ വിചാരിക്കുന്നുണ്ടാവും. നോക്കാം എന്തായാലും ഇതെങ്ങനെയാണ് ലോക രാഷ്ട്രങ്ങൾ മറികടക്കുക എന്ന്. നോക്കി നിൽക്കാൻ പറ്റുന്ന യുദ്ധമല്ല എന്ന് ഉറപ്പാണ്.